ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് എം എസ് എം ഇസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് എം എസ് എം ഇസ്, പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ എം എസ് എം ഇസ്. ഒരു എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റൺ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെ, അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് അഡ്വാൻറ്റേജസ് ഓഫ് എം എസ് എം ഇ. എം എസ് എം ഇ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എം എസ് എം ഇക്ക് ഉള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തത് ദേ ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റോൾ ഓഫ് എം എസ് എം ഇ ഇല്ലേ, അത് തന്നെ സെയിം, ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം, കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളൂ. അഡ്വാൻറ്റേജസും അതുതന്നെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോള് പറഞ്ഞപ്പോൾ പറഞ്ഞ് ദേ ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറഞ്ഞ്. കാരണം എം എസ് എം ഇ എന്ന് പറയുന്നത് എന്താ, ലേബർ ഇൻറ്റൻസീവ് ആണെന്ന് പറഞ്ഞ്. അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവിനെക്കാട്ടിയും കൂടുതൽ ലേബേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഏതിൽ കൂടുതൽ, എം എസ് എം ഇയിൽ കൂടുതൽ. സോ ദേ ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ. നമ്മൾ എം എസ് എം ഇയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, മൈക്രോൻ്റെത്, സ്മോളിൻ്റെത്, മീഡിയത്തിൻ്റെ എത്രയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ് എത്രയെന്ന് പറഞ്ഞത്. 25 lakh, 5 crore, 10 crore അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റുള്ള ബിഗ് ഓർഗനൈസേഷനെ പോലത്തെ ഉള്ള ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ട, സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യാം. സോ ദേ റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് പോയിൻറ്റ്, ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഈസ് ഫെസിലിറ്റേറ്റഡ്. എം എസ് എം ഇ എന്ന് പറയുന്നത് ഒരു ചെറിയ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സാധ്യതയുണ്ട്, ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ബിഗ് ഇൻഡസ്ട്രീസും ബിഗ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും നമ്മുടെ കണ്ണെത്തിപ്പെടാം, അതായത് ഓണറുടെ കണ്ണെത്തിപ്പെടുക എന്നുള്ളത് എന്താ, പ്രാവർത്തികമല്ല ബിഗ് ഓർഗനൈസേഷനാണ്. കാരണം ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളും അതിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യം എന്താ, ബുദ്ധിമുട്ടായതാണ് ബിഗ് ഓർഗനൈസേഷനിൽ. ബട്ട് എം എസ് എം ഇയുടെ കേസിൽ എന്താ, ദർ ഇസ് എ ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഈസ് പോസിബിൾ. അവിടെ എന്താ, പോസിബിളാണ്. കാരണം ചെറിയ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവിടെ നമുക്ക് ക്ലോസ് സൂപ്പർവിഷൻ ചെയ്യാനും കഴിയും, ആ ഓർഗനൈസേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോളും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റ്, ഹെൽപ്പ് ഇൻ ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ റോള് പറഞ്ഞൊരു പോയിൻ്റാണ് ഹെൽപ്പ് ഇൻ ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. എന്താ പറഞ്ഞത്, അതായത് ജനറലി നമ്മുടെ എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, ലൊക്കേറ്റഡ് ഇൻ വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺസിലായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ സിറ്റീസിൽ, അർബൻ ഏരിയാസിൽ അവിടെ മാത്രം ഒരു എം എസ് എം ഇ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ വില്ലേജ് ഏരിയാസിലും ഈ സ്മോൾ ടൗൺസിലൊക്കെ തുടങ്ങുന്നത് വഴി എന്ത് ചെയ്യാം, അവിടെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിറ്റീസിലും ബിഗ് സിറ്റീസിലും ടൗൺസിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും, ഈ റൂറൽ ഏരിയാസ്, സ്മോൾ ടൗൺസിൽ അല്ലെങ്കിൽ വില്ലേജിൽ ഒരു റീജിയണലായിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, രണ്ട് ഏരിയയിലും, റൂറൽ ഏരിയസിലും സിറ്റീസിലും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, എൻജോയ് ദ ഗവൺമെൻറ് സപ്പോർട്ട് ആൻഡ് പാട്രോണേജ്. എം എസ് എം ഇ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ഇൻസെൻറ്റീവ്സും ഗവൺമെൻറ് സപ്പോർട്ടും പാട്രോണേജും സബ്സിഡീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എം എസ് എം ഇക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. കാരണം എം എസ് എം ഇനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും സബ്സിഡീസും ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ആർക്ക് അവൈലബിൾ ആണ്, എം എസ് എം ഇന് അവൈലബിൾ ആണ്. സോ ഇറ്റ് എൻജോയ് ദ ഗവൺമെൻറ് സപ്പോർട്ട് ആൻഡ് patronage. The next point, equitable distribution of income and wealth. ഇൻകം ഉണ്ട്, നാഷണൽ ഇൻകം വെൽത്തും എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും ഒരുപോലത്തെ ഇൻകം, ഒരുപോലത്തെ നാഷണൽ ഇൻകം എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരാളിന് മാത്രം ഒരു ഇൻകം കേന്ദ്രീകരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിൽ മാത്രം കുറേ ഇൻകം ഉണ്ടാവുക, പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരാവുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതിലില്ല, എം എസ് എം ഇയിൽ ഇല്ല. അവിടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്.
പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ആരായാലും ഏത് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഇൻകത്തിൻ്റെ, ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ദ നെക്സ്റ്റ് വൺ ജനറലി ബേസ്ഡ് ഓൺ ലോക്കൽ റിസോഴ്സസ്. ഈ MSMEയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ലോക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അല്ലാതെ നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഒന്നല്ല നമ്മൾ MSMEയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആ റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, MSMEയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ഇറ്റ് യൂസ് ജനറലി ബേസ്ഡ് ഓൺ ലോക്കൽ റിസോഴ്സസ്. ദെൻ നെക്സ്റ്റ് മോർ എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ഈ MSME എന്ന് പറയുന്നത് മോർ എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. കാരണം ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ദ എൻവിയോൺമെൻറ്റ് ബൈ റിഡ്യൂസിങ് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന പ്രോബ്ലം റിഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് മോർ എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. കാരണം ഒരു ബിഗ് ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരുപാട് പൊല്യൂഷൻസും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരിക്കും. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അങ്ങനത്തെ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റു ഡ്രെയിനേജ് ഫെസിലിറ്റി അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടായിരിക്കും, എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ബിഗ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. എന്നാൽ സ്മോൾ MSME എന്ന് പറയുന്നത് എന്താ, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം പൊല്യൂഷൻ കുറച്ചുകൊണ്ട് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് MSMEs. ഒന്നാമത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ. ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഈസ് ഫെസിലിറ്റേറ്റഡ്. Helps in the balanced regional development. Enjoy the government support and patronage. Equitable distribution of income and wealth. Generally based on local resources. More environmental friendly. ഇനി നമുക്ക് MSMEയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് MSMEs. MSMEs സഫർ ഫ്രം എ ലാക്ക് ഓഫ് ഫണ്ട്സ്. ഒന്നാമത്തെ പോയിൻ്റ് ഈ എഴുതാൻ മറന്നതാണ്, MSME എന്നാണ്. MSME എന്ത് ചെയ്യുന്നുണ്ട്, സഫർ ഫ്രം ലാക്ക് ഓഫ് ഫണ്ട്സ്. എന്താ, മറ്റുള്ള MSMEയിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നടക്കുന്നില്ല. നമുക്ക് എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫേസ് ചെയ്യുന്നുണ്ട് MSME. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ലാക്ക് ഓഫ് മാനേജീരിയൽ ആൻഡ് അതർ സ്കിൽസ്. മറ്റുള്ള ബിഗ് ഓർഗനൈസേഷനെ പോലത്തെ വെൽ പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സോ അല്ലെങ്കിൽ നല്ല സ്കിൽസ് ഉള്ള ആൾക്കാർ, നല്ല കാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ഒന്നും ആൾക്കാരായിരിക്കില്ല ഇവിടെ ഈ MSMEയിൽ ഉള്ളത്. MSMEയിൽ ഉള്ളത് ഒരു മീഡിയം റേഞ്ചിൽ കാപ്പബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് കാര്യങ്ങളും മാനേജീരിയൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക, MSMEയിൽ ഉണ്ടായിരിക്കുക. So it's lack of managerial and other skills. Next, MSME face ടഫ് കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. എന്ത് ചെയ്യുന്നുണ്ട്, MSME ലാർജ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നും ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ MSME ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ലാർജ് ബിസിനസ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടത്തിയിട്ട് അവരെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പ്രൊഡക്ഷൻ നടത്തുക. പിന്നെ നല്ല ഹൈ ഫണ്ട് ഉണ്ടായിരിക്കും അവരുടെ അടുത്ത്, ബിഗ് ഓർഗനൈസേഷൻ്റെ അടുത്ത് നല്ല ഫണ്ട് ഉണ്ടായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും അവർ ഇമ്പോർട്ട് ചെയ്യുക. മറ്റുള്ള മെഷീനറീസും ക്വാളിറ്റിയുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. പിന്നെ നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർ ഉപയോഗിക്കും. അവരെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാനുള്ള രീതി, അവർ മാക്സിമം പ്രൊഡക്ഷൻ നടത്താനുള്ള രീതികളും മെത്തേഡ്സും കാര്യങ്ങളും ടെക്നിക്സൊക്കെ എന്ത് ചെയ്യും, അവർ അഡോപ്റ്റ് ചെയ്യും. അഡ്വർടൈസ്മെൻറ്റ്, റിസർച്ച് ആക്ടിവിറ്റീസ് ഇങ്ങനത്തേലൊക്കെ എന്ത് ചെയ്യും, അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ MSMEയിൽ എന്താ, അവർ അവിടെ ഈ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സ്, എക്യുപ്മെൻറ്റ്സ്, ടെക്നിക്സ്, എഫിഷ്യൻസ് ആയിട്ടുള്ള മാനേജേഴ്സ്, വർക്കേഴ്സ് ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കില്ല, MSMEയിൽ ഉണ്ടായിരിക്കില്ല. സോ MSME എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന്
ടഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ്, ദ കനോട്ട് ഇൻസ്റ്റാൾ മോഡേൺ മെഷീനറി ആൻഡ് ലേബർ സേവിങ് ഡിവൈസസ്. എന്ത് ചെയ്യുന്നില്ല, അവർ മോഡേൺ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മറ്റുള്ള കൺട്രീസിൽ നിന്നും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടെക്നോളജീസോ എക്യുപ്മെൻറ്റ്സോ മെത്തേഡ്സോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർ MSMEs അഡോപ്റ്റ് ചെയ്യുന്നില്ല. MSMEs അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള എന്തൊക്കെ റിസോഴ്സസും എന്തൊക്കെ മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അത് യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. സോ ദേ കനോട്ട് ഇൻസ്റ്റാൾ മോഡേൺ മെഷീനറി ആൻഡ് ലേബർ സേവിങ് ഡിവൈസസ്. The next point, they cannot afford to spend large sum of money on research and experiments. ബിഗ് ഓർഗനൈസേഷൻ്റെ കേസിൽ അവർ ഒരു ഈ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് എന്നുള്ള ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇതിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ടായിരിക്കും. കാരണം അവരുടെ അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും എങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റ് നിർമ്മിക്കാം എന്നുള്ള ഒരുപാട് റിസർച്ചും കാര്യങ്ങളും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ കണ്ടെത്തിയതിന് ശേഷമായിരിക്കും അവരെന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ബട്ട് ഇൻ കേസ് ഓഫ് MSMEയിൽ എന്താ അങ്ങനത്തെ റിസർച്ച് ആക്ടിവിറ്റീസോ എക്സ്പെരിമെൻറ്റ്സോ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ദേ കനോട്ട് അഫോർഡ് ടു സ്പെൻഡ് എ ലാർജ് സം ഓഫ് മണി. അപ്പോൾ അവരെന്ത് ചെയ്യണ്ട, ഈ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ള അതിൽ ലാർജ് എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യണ്ട, സ്പെൻഡ് ചെയ്യണ്ട. So these are the disadvantages of MSMEs. MSMEs suffer from lack of funds, lack of managerial and other skills. MSME face tough competition from large business. They cannot install modern machinery and labor saving devices. They cannot to spend large sum of money on research and experiments. Ini problems of MSMEs ഓർ ലിമിറ്റേഷൻസ് ഓഫ് MSMEs. അതായത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഏത് ഈ പ്രോബ്ലംസ് ഓഫ് MSMEയിലും എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പ്രോബ്ലംസ് ഓഫ് MSME ഓർ ലിമിറ്റേഷൻസ് ഓഫ് MSME. MSME എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് MSME എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ചില പ്രോബ്ലംസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. ഈ ബിഗ് ഓർഗനൈസേഷനിലൊക്കെ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള കപ്പബിൾ ആയിട്ടുള്ള മാനേജേഴ്സിനായിരിക്കും എന്ത് ചെയ്യുക, അപ്പോയിൻ്റ് ചെയ്യുക. എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള മാനേജേഴ്സിനായിരിക്കും അവിടെ ബിഗ് ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുക. ബട്ട് ഇൻ കേസ് ഓഫ് MSMEയിൽ ഈ എക്സ്പീരിയൻസ് കുറവുള്ള അല്ലെങ്കിൽ കാപ്പബിലിറ്റി കുറവുള്ള എഫിഷ്യൻസി കുറവുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, MSMEയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് മാനേജേഴ്സായിട്ട്. സോ അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു മാനേജീരിയൽ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. സോ എങ്ങനെ പ്രോബ്ലംസ് വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം ഓർഗനൈസേഷൻ, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും അവർ ബാക്കൊക്കെയായിരിക്കും. അപ്പോൾ അവർക്കൊരു ലാക്ക് ഓഫ് മാനേജീരിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആർക്കുണ്ടായിരിക്കില്ല, മാനേജേഴ്സിന് ഉണ്ടായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് ഇനാഡ്യൂക്കേറ്റ് ഫിനാൻസ്. എന്താ, ഫിനാൻസ് ഇല്ല. അത് MSMEs സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കയ്യിൽ. ഇതൊക്കെ നെക്സ്റ്റ് കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻഅഡ്യൂക്കേറ്റ് ഫിനാൻസ്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറീസ് എന്താ, ഇൻഡിജീനിയസ് ആയിട്ടുള്ള നമ്മളെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുന്നത്. നമ്മൾ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി. ദെൻ ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ്. നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോളജ് നമ്മൾ എടുക്കുന്നില്ല. നമ്മളുടേതായിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. ലാക്ക് ഓഫ് ടെക്നിക്കലായിട്ടുള്ള നോളജിൻ്റെ ലാക്ക് ഉണ്ടായിരിക്കും. ദെൻ റൺ ഓൺ ട്രഡീഷണൽ ലൈൻസ്. MSMEs എന്താ, do not have the knowledge about different alternatives technologies and process available for manufacturing their products to improve the quality of products and reduce cost. MSME എന്താ ചെയ്യുന്നത്, MSME റൺ ചെയ്യുന്നത് ട്രഡീഷണൽ ബേസിലാണ്. ട്രഡീഷണൽ
ലൈൻസിലാണ്. അവർ പുതിയതായിട്ട് എന്തൊക്കെ മെത്തേഡ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും അവർ അറിയാനും അത് അവരുടെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാനും അവർ റെഡിയല്ല. അവർ ഓൾഡായിട്ട് എന്തൊക്കെ ഡിസൈൻസും ഓൾഡായിട്ട് എന്തൊക്കെ ടെക്നോളജീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഓൾഡായിട്ട് ഏത് പാറ്റേൺസ് ആണോ ആ ഒരു സെയിം പാറ്റേൺസും സെയിം ഡിസൈൻസും സെയിം ടെക്നോളജിയും സെയിം മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ എം എസ് എം ഇ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുക. എം എസ് എം ഇ ആ ഒരു ട്രഡീഷണൽ ലൈനിലായിരിക്കും പോവുക. അവർ മോഡേൺ ആയിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യുന്നില്ല. സോ റൺ ഓൺ ട്രഡീഷണൽ ലൈൻസ്. ദെൻ ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് എന്താ, ഇറഗുലറാണ്, റെഗുലർ അല്ല. കാരണം എന്താ ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് ഏത് റിസോഴ്സസാണ്, ലോക്കൽ റിസോഴ്സസാണ് എം എസ് എം ഇ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എം എസ് എം ഇക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് എ റെഗുലർ സപ്ലൈ ഓഫ് ക്വാളിറ്റി റോ മെറ്റീരിയൽ ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി. ലോക്കൽ റിസോഴ്സസ് ആണ് ഏത് യൂസ് ചെയ്യുന്നത്, എം എസ് എം ഇ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എം എസ് എം ഇക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് സപ്ലൈ കിട്ടുക എന്നുള്ള കാര്യം, റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ കിട്ടുക എന്നുള്ള ഒരു ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കേസാണ്. അവർക്ക് റെഗുലറായിട്ട് കിട്ടൂലെന്നൊന്നും എന്ത് ചെയ്യില്ല, അവർക്ക് അറിയില്ല. അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കൽ റിസോഴ്സസ് നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് മറ്റുള്ള കൺട്രീസിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി വരുന്ന റിസോഴ്സസ് അല്ല. നമുക്ക് ലോക്കലായിട്ട് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ ആ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. സോ ലോക്കൽ റിസോഴ്സസിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് സപ്ലൈ ഇപ്പോൾ ഇല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾക്ക് ആ റോ മെറ്റീരിയൽ, അതായത് ആ സാധനം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റോ മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്ത് ആ റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല, കുറച്ച് അവൈലബിൾ ഉള്ളൂ. ആ ഒരു കേസിൽ നമ്മൾ ഹൈ പ്രൈസ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കേണ്ടത്. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ ആ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. ആ റിസോഴ്സസ് നമുക്ക് ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസോഴ്സസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ റിസോഴ്സസ് വാങ്ങേണ്ടത്. സോ ഒരു റെഗുലർ ആയിട്ടുള്ള സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ എന്തുണ്ടാവില്ല, ഈ എം എസ് എം ഇൻ്റെ കേസിൽ ഉണ്ടാവില്ല. ദെൻ പ്രോബ്ലംസ് ഓഫ് മാർക്കറ്റിംഗ് എന്നല്ല, ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്സും സ്ട്രാറ്റജീസും ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യും, അവരെ പ്രൊഡക്റ്റ് നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്സും മെത്തേഡ്സും അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും ഒക്കെ എന്ത് ചെയ്യും, അവർ യൂസ് ചെയ്യും. അവരെ ബ്രാൻഡ് നെയിം പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പ്രൊഡക്റ്റ് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ബട്ട് ഇൻ കേസ് ഓഫ് എം എസ് എം ഇയിൽ ലാക്ക് ഓഫ് മാർക്കറ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കാരണം ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ അവർക്ക് അഡ്വർടൈസ്മെൻറ്റിനും റിസർച്ചിനും എക്സ്പെരിമെൻറ്റ്സിനൊക്കെ കാര്യങ്ങൾ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് എം എസ് എം ഇസിന് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് കനോട്ട് അഫോർഡ് ടു കോസ്റ്റ്ലി അഡ്വർടൈസ്മെൻറ്റ്, മറ്റുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ്ലി ആയിട്ടുള്ളത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ലാക്ക് ഓഫ് ക്ലിയർ കട്ട് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ക്ലിയർ കട്ടായിട്ടുള്ള ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത് എം എസ് എം ഇയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. The government may take decisions relating to MSME on the basis of political consideration rather than economic consideration. എം എസ് എം ഇയിൽ ഈ ഗവൺമെൻറ് ഡിസിഷൻസ് എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, പൊളിറ്റിക്കൽ കൺസിഡറേഷൻ്റെ ബേസിലാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്കൽ പേഴ്സൺസ് അവരുടെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻസ് എം എസ് എം ഇ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഏതിൻ്റെ ബേസിലായിരിക്കും, പൊളിറ്റിക്കൽ കൺസിഡറേഷൻ്റെ ബേസിലായിരിക്കും റാദർ ദാൻ എക്കണോമിക് കണ്ടീഷൻ. നമ്മൾ എക്കണോമിയുടെ ബേസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി.
നമ്മൾ ഫുള്ളി മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കിൽസ്, എഫിഷ്യൻസി ഒന്നും നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റിയാണ്. നമ്മൾ കപ്പാസിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കപ്പാസിറ്റി, എഫിഷ്യൻ്റ് ഓഫ് വർക്കേഴ്സ്, കാപ്പബിലിറ്റി ഓഫ് വർക്കേഴ്സ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാക്സിമം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. So these are the problems of MSMEs: lack of managerial experience, inadequate facility, lack of proper machinery, lack of technical knowledge, run on traditional lines, irregular supply of materials, problems of marketing, lack of clear-cut government policy, underutilization of കപ്പാസിറ്റി. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്ന പോയിൻറ്റ്സ് ആണ്. അഡ്വാൻറ്റേജ് ആയാലും ഡിസഡ്വാൻറ്റേജ് ആയാലും. അതേപോലെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, റോൾസ് പറഞ്ഞു. സെയിം എന്താ, ഓരോന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, താങ്ക് യു.